പന്തലിൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ ആന്റണി മുല്ലശ്ശേരി എത്തി. അവിടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ സത്യം എല്ലാവരും അറിയണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിക്കുകയാണ്. പ്രമുഖരുടെ സാന്നിധ്യം നിരവധിയായി മുനമ്പത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രൈസ്തവ സഭയുടെ പല പ്രമുഖരുടെയും സാന്നിധ്യമുണ്ട്. ആ തരത്തിലുള്ള സാന്നിധ്യമാണ് അവിടെ ഉണ്ടാവുന്നത്. മുനമ്പ് സമരം 33-ാം ദിവസമാണ് പുരോഗമിക്കുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. സംസ്ഥാന സർക്കാർ അവിടെ വർഗീയ പ്രചരണത്തിന് BJP ശ്രമിക്കുന്നു എന്ന രാഷ്ട്രീയമായ മറുപടി നൽകുന്നുണ്ട്. രാവിലെ P. രാജീവിന്റെ പ്രതികരണവും ആ തരത്തിൽ വന്നിട്ടുണ്ട്. ഒപ്പം ക്രൈസ്തവ സഭയുടെ വിവിധ സഭാ നേതൃത്വങ്ങൾ ഇന്ന് കൊല്ലം നമ്മുടെ ഈ വേദിയിലേക്ക് സാന്നിധ്യമാണ് അവിടെ ഇതേ ദിനം നമ്മുടെ കൂടെ ആയിരിക്കുവാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും ഇവിടുത്തെ ഈ സമൂഹത്തെ ആശ്വസിപ്പിക്കുമാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. Few words in English. On the 33rd day of our protesting, we are so honored to welcome our Honorable Minister for Labour and Employment, Shobha Karandalaje, the one who always stood for social justice in her attitude and in her work, especially the state of Karnataka. Recently, she has gone to the places where Act was trying to be promulgated, where almost 1,200 acres of farmers' land was tried to be seized by the Waqf board. She was the forerunner there to comfort, to console those people. And after that, people contacted me that she would like to come here to this poor village and console the people on this issue. As she has promised, she is here. From the whole parish and all the people those who are gathered here, we are so happy to welcome her in our midst. Hearty welcome to you. ഈ അവസരത്തിൽ മുനമ്പം ഇന്ന് 33-ാം സമര ദിവസമാണ്. അവിടെ പ്രമുഖരായ നിരവധി ആളുകൾ എത്തുന്നു. ഇന്ന് കൊല്ലം സഭ, ക്രൈസ്തവ സഭയുടെ കൊല്ലം നേതൃത്വമാണ് ഇന്നവിടെ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ അടക്കമുള്ളവരുടെ ഉണ്ട്. കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭാ കരന്തലജയുടെ സാന്നിധ്യമുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാരൊക്കെ അവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയിരുന്നു. BJP അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന ആക്ഷേപം സംസ്ഥാന സർക്കാരും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വഖഫ് മന്ത്രി V. അബ്ദുറഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെയും അവിടെ വലിയ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. വർഗീയ മുതലെടുപ്പിന് നീക്കം നടക്കുന്നുവെന്ന സംസ്ഥാന മന്ത്രി V. അബ്ദുറഹ്മാന്റെ നിലപാടിനെതിരെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വം രംഗത്ത് വന്നത്. ജനങ്ങളുടെ വേദന കാണാത്തവരാണ് അത്തരം നിലപാടെടുക്കുന്നത് എന്നതാണ് ഉണ്ടായത്. ശോഭാ കരന്തലജെ ഇപ്പോൾ അവിടെ സംസാരിക്കുന്നു. Good morning to everyone. Dear Church Bishop, Honorable Church Fathers, and all my people who are really affected by Waqf Act, my leaders, media friends. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വഖഫുമായി സഹോദരി സഹോദരന്മാരെ,
ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ശോഭാ കരന്തലജി അവിടെ സംസാരിക്കണം. ആജ്ഞ, ഇന്ന് 33-ാം ദിവസമാണ് സമരം. കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിനപ്പുറമുള്ള ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കുള്ള വേദിയാകുമോ അത്? ആജ്ഞ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ശോഭാ കരന്തലജയുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് 33-ാം ദിവസമാണ് സമരം. എന്ത് നീക്കമായിരിക്കും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? കേന്ദ്രമന്ത്രി വഖഫിന്റെ നിയമപ്രകാരമുള്ള ഡിസ്പ്യൂട്ട് നേരിടുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിരുന്നു. 4-5 വീടുകളോളം സന്ദർശിച്ചത് ഭൂമിയിൽ നിൽക്കുന്ന വീടുകളിലാണ് സന്ദർശനം നടത്തിയത്. അവർക്ക് പിന്തുണയുമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ സമരവേദിയിലെത്തി നിരാഹാര സമരം ഇരിക്കുന്ന ആളുകൾക്ക് സമരം പിന്തുണ നൽകുകയാണ്. കേന്ദ്രമന്ത്രിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സംസാരിച്ചു തുടങ്ങിയതേയുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പിന്തുണയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും ബിജെപിയുടെ പിന്തുണ, ബിജെപിയുടെ നേതാക്കളെല്ലാവരും അനുഗമിച്ചിട്ട് മന്ത്രിയോടൊപ്പം അനുഗമിച്ചിട്ടുണ്ട്. മെജോറിറ്റിയുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്. അങ്ങനെ ബിജെപി നേതാക്കളെല്ലാം വേദിയിലുണ്ട്. അതിൽ ബിജെപി പ്രവർത്തകരൊക്കെ വലിയൊരു ആൾക്കൂട്ടം. മാത്രമല്ല കൊല്ലം രൂപത മെത്രാൻ സംഭവം എത്തിയിട്ടുമുണ്ട്. അവരും സമരത്തിന് പിന്തുണയുമായി എത്തിയതാണ്. കുറച്ച് ദിവസങ്ങളായി, അതായത് 20 ദിവസം മുതൽ ഇങ്ങോട്ട് വിവിധ ക്രൈസ്തവ സംഘടനകൾ, ഹൈന്ദവ സംഘടനകളൊക്കെ പിന്തുണയുമായി എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും മന്ത്രി ഇപ്പോൾ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ അവരുടെ പ്രശ്നം. ശോഭാ കരന്തലജി അവിടെ സംസാരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. 33-ാം ദിവസമാണ് ഇന്ന് മുനമ്പ സമരം. നമ്മൾ വീണ്ടും പാലക്കാടേക്ക് പോകുമ്പോൾ അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ